ഇന്നൊരു ബീഫ് കറി വയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ബീഫ് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് സവാളയും ചെറിയ ഉള്ളിയും എടുത്ത് വൃത്തിയാക്കാൻ വെച്ചിട്ടുണ്ട്. ബീഫ് കഴുകി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി എടുത്ത് അരച്ച് പേസ്റ്റാക്കി, നന്നായിട്ട് അരയ്ക്കുന്നില്ല, കുറച്ചൊന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ. ആ മിക്സും കൂടെ ചേർത്ത് ഈ ബീഫിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ അമർത്തി തിരുകി മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ 15-20 മിനിറ്റോളം വയ്ച്ചാൽ നന്നായിട്ട് അതിൻ്റെ അകത്ത് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ച് കിട്ടുന്നതാണ്. എല്ലാവർക്കും അറിയാം, ബീഫൊക്കെ നമ്മൾ സ്ഥിരം വീട്ടിൽ വയ്ക്കുന്നതാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലേ, മിക്കവരും ബീഫൊക്കെ ഉണ്ടാക്കുന്നതാണ്. എന്നാലും ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ ഉണ്ടാക്കിയതുകൊണ്ട് കാണിക്കുന്നതെന്ന് മാത്രമേ. വേറെ ഞാൻ ഈ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണയൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഈ ചട്ടി ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബീഫിൽ തേങ്ങാക്കൊത്ത് ഇടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് ചുവന്ന കളറിൽ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരണം. നല്ലതായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അതാകും. ഞാൻ നല്ല കനലടുപ്പിലുണ്ട്, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. ആ ചുവന്ന് വന്നപ്പോൾ തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ച സവാളയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഈ ഉള്ളിയുടെ കളറ് നന്നായിട്ട് ചേഞ്ച് ആകണം. ഒരു കറുത്തിട്ട് ഒരു എന്താ പറയുക, ഗോൾഡൻ ബ്രൗൺ ഒന്നും അല്ല, അതിനെക്കാട്ടി നന്നായിട്ട് ഈ കളറൊന്ന് മാറി വരണം. അതാണ് ഈ ബീഫിന് ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കനലിൽ കിടന്ന് ഇത് നന്നായിട്ട് കുറച്ച് തീ കൊടുക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇരുമ്പ് ചട്ടിയായതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട്, അടിയിലൊന്നും പിടിക്കത്തില്ല. ഞാൻ ആ ചേർത്ത് വെച്ച ബീഫെ വീണ്ടും കുക്കറിലോട്ടിട്ട് ഫിസിൽ അടുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊരു 4-5 ഫിസിൽ കേൾക്കുമ്പോൾ അത് വരുന്ന വെന്തോളും. കുക്കറിന് വെയിറ്റ് ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അത് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും സവാളയിലോട്ട് വന്ന് നോക്കിയപ്പോൾ സവാള അത്യാവശ്യം വാടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ഒന്നുകൂടെ ചേഞ്ചായി വരണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ബാക്കി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ആ കൂട്ട് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ആ കൂട്ട് ഇതിലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ സവാളയിലോട്ട് കൂടി. വീണ്ടും കുറച്ച് സമയം കൂടെ ഒന്ന് നമ്മൾ വഴറ്റിയിട്ട് വീണ്ടും അടച്ചു വെച്ച് ഞാൻ വേവിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ വീണ്ടും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മോൻ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മോനും കയ്യിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെതായ ഒരു ഇത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല, ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. കുക്കറിൻ്റെ ഫിസിൽ ഇട്ടിട്ട് അവൻ എണീറ്റ് വന്നത്. ഭയങ്കര പേടിയാണ് കുക്കറിനെ. ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം അങ്ങ് റെഡിയാക്കി ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ വീണ്ടും ആ കളറൊക്കെ മാറി. ഞാൻ അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ കൂട്ടിട്ട് കൊടുത്ത് പച്ചപ്പണം മാറി വന്നപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മോൻ കയ്യിലിരുന്ന് വേലയൊക്കെ കാണിക്കുന്നുണ്ട്. കുക്കർ അവന് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ അവനെ ഒന്ന് വരട്ടാൻ വേണ്ടി കുക്കറിനെ കാണിച്ചു കൊടുത്തു. കുക്കറിലിരുന്ന് വെയിറ്റ് ചെയ്തതിൻ്റെ ആ ഫിസിലൊക്കെ പോയപ്പോൾ കുക്കർ ഓണാക്കി തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ബീഫ്. ആ എണ്ണയൊക്കെ തെളിഞ്ഞതാണ്, നന്നായിട്ട് ആ ഉള്ളി നല്ല വരട്ടി വന്നിട്ടുണ്ട്. ബീഫ് വെന്തോ നോക്കിയിട്ട് ഞാൻ അതിന് വെന്തൊന്ന് മനസ്സിലായപ്പോൾ എടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബീഫ് എല്ലാ വെള്ളത്തോട് തന്നെയാണ് വീത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അവിടെ ഇരുന്ന് ഇത് വറ്റി വെള്ളമെല്ലാം വറ്റി ബീഫിലോട്ട് നന്നായിട്ട് കഷ്ണത്തിലോട്ട് ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. കഷ്ണവും ഉള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വരണം. ഇനി കുഴപ്പമില്ല, അവിടെ ഇരുന്ന് അത് ആയിക്കോളും. ഞാനിനി കുറച്ചുകൂടെ ആ കനലിലിരുന്ന് ഇത് വറ്റിക്കാൻ വേണ്ടി ഒരു വലിയ പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാവേ. അപ്പോൾ അതവിടെ നിന്ന് അതായിക്കോളും. ഇനി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഇത് നല്ലതായിട്ട് ആയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ട ചായക്കടയിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ബീഫാണ് കിട്ടുന്നത് അല്ലേ, അറിയത്തില്ല. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ചെയ്തിട്ടില്ലാത്തൊരു. ഈ ഒരു ചാറ് ഇങ്ങനെ കുറുകി ഇങ്ങനെ നമുക്ക് ഈ ഗ്രേവിയൊന്നും ഇതിൻ്റെ കിട്ടത്തില്ല. ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഈ ഒരു ടേസ്റ്റ് നല്ല പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ഞാൻ ഒരിക്കൽ പൊട്ടക്കണ്ണം മാങ്ങ എറിഞ്ഞ വീട്ടിൽ വെച്ചപ്പോൾ ശരിയായതാണ്. അതിന് ശേഷം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഇനി ഞാൻ വീണ്ടും അതിന് കനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി മരിച്ചീനിയും എടുത്തിട്ട് ഈ ബീഫിൽ നിന്ന് കുറച്ചുകൂടെ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നതിനെക്കാട്ടി നാളെ ആ ചട്ടി തന്നെ വെച്ചിട്ടൊന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ലതായിട്ട് ചൂടാക്കി ഒന്നും കൂടെ കഴിച്ചാലേ ഇന്നതിനെക്കാട്ടിയും ടേസ്റ്റ് നല്ല അടിപൊളി. ഇന്നത്തതും കൊള്ളാം, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.